തജ്വീദ് നിയമങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. അഖ്സാമുൽ മുദൂദ്, മദ്ദുകൾ, ദീർഘങ്ങളെ സംബന്ധിച്ചുള്ള വിശദീകരണമാണ്. ശ്രദ്ധിക്കുക. മദ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ദീർഘം എന്ന അർത്ഥം പറയാം. ഇവിടെ മദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫതഹിനെ നീട്ടുന്ന സുക്കൂനുള്ള അലിഫ്, കസറിനെ നീട്ടുന്ന സുക്കൂനുള്ള യാ, ലൊമ്മിനെ നീട്ടുന്ന സുക്കൂനുള്ള വാവ്, ഫതഹിനെ നീട്ടുന്ന അലിഫാണ് ആദ്യമായി, കസറിനെ നീട്ടുന്ന യാ ആണ് രണ്ടല്ലോ, ലൊമ്മിനെ നീട്ടുന്ന വാവാണ് മൂന്നല്ലോ. ഈ രണ്ട് മാത്രയായി ചൊല്ലണം വാജിബായി, ഈ രണ്ട് മാത്രയായി ചൊല്ലണം വാജിബായി. അപ്പോൾ ഫതഹിനെ നീട്ടുന്ന സുക്കൂനുള്ള അലിഫ്, കസറിനെ നീട്ടുന്ന സുക്കൂനുള്ള യാ, ലൊമ്മിനെ നീട്ടുന്ന സുക്കൂനുള്ള വാവ്. ഈ വാവും യാവും അലിഫും നീട്ടി ഉച്ചരിക്കുന്നതിനാണ് മദ് എന്ന് പറയുന്നത്, ദീർഘം എന്ന് പറയുന്നത്. ഖുർആനിൽ വന്ന ഒരു ആയത്തിന്റെ കഷ്ണം, ഈ മൂന്ന് നിയമം ഇതിൽ വന്നിരിക്കുന്നു. നൂഹീഹ, നൂഹീഹ കണ്ടോ, ലൊമ്മിനെ നീട്ടുന്ന വാവ്, കസറിനെ നീട്ടുന്ന യാ, ഫതഹിനെ നീട്ടുന്ന അലിഫ്, മൂന്ന് വന്നിരിക്കുന്നു. ഈ അലിഫിനെയും യാഇനെയും വാവിനെയും ശബ്ദത്തിൽ കൊണ്ടുവരാൻ എടുക്കുന്ന സമയമാകുന്നു മദ്ദുൽ അസ്ലി എന്ന് പറയുന്നത്. ഒറിജിനൽ മദ്, മദ്ദുൽ അസ്ലി, അസ്ലിയായ മദ് എന്ന് പറയുന്നത് ഈ അലിഫിനെയും യാഇനെയും വാവിനെയും ശബ്ദത്തിൽ കൊണ്ടുവരാൻ എടുക്കുന്ന സമയ ദൈർഘ്യം, അതാകുന്നു മദ്ദുൽ അസ്ലി. ഈ മദ്ദുൽ അസ്ലിയെ രണ്ട് മാത്ര നീട്ടൽ നിർബന്ധമാകുന്നു. മദ്ദുൽ അസ്ലിയെ രണ്ട് മാത്ര നീട്ടൽ നിർബന്ധമാകുന്നു. രണ്ട് മാത്ര എന്ന് പറഞ്ഞാൽ പൂർവികരായ പണ്ഡിതന്മാർ അത് നിശ്ചയിച്ചിട്ടുള്ളത് ഒരു കൈ പൂട്ടി തുറക്കുന്ന സമയമാകുന്നു രണ്ട് മാത്ര, രണ്ട് ഹർക്കത്ത്, രണ്ട് ചലനം, രണ്ട് അക്ഷരം ഉച്ചരിക്കുന്ന സമയം എന്നെല്ലാം വ്യാഖ്യാനിക്കാറുണ്ട്. ഇവിടെ നാം ഉപയോഗിക്കുന്ന ഭാഷ രണ്ട് മാത്ര എന്നുള്ളതാണ്. അതായത് ഒരു കൈ പൂട്ടി തുറക്കുന്ന സമയം. സാധാരണ ഖാല, ഖീല, ഖൂലു എന്ന് പറയുമ്പോൾ എടുക്കുന്ന സമയം എത്രയാ? അതാകുന്നു മദ്ദുൽ അസ്ലി. മലയാളത്തിൽ നാം പറയാറുണ്ട് മീശ, കാത്, മൂക്ക്, താടി. ഇതൊക്കെ പറയുമ്പോൾ എത്രമാത്രം നമ്മൾ ആ ദീർഘത്തെ നീട്ടുന്നുണ്ടോ ആ ദീർഘമാകുന്നു യഥാർത്ഥത്തിൽ ഒറിജിനൽ മദ്, അൽ മദ്ദുൽ അസ്ലി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് രണ്ട് മാത്രയിൽ കൂടുതലായാൽ അത് വളരെ ബോറായി തോന്നും. അപ്പൊ മീശയ്ക്ക് മീശ, കാത്, മൂക്ക് എന്നൊക്കെ പറഞ്ഞാൽ അത് ആ അവയവത്തിനോട് നാം ചെയ്യുന്നത് തെറ്റായി തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഇത് നിശ്ചയിച്ചിട്ടുള്ള ആ രണ്ട് മാത്രയിൽ കവിയാൻ പാടില്ല, കുറയാനും പാടില്ല. അപ്പൊ ഇത് രണ്ട് മാത്ര നീട്ടണം എന്ന് പറഞ്ഞാൽ അതിൽ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നാ വായിക്കുക? കല, കൈലി, കുലു എന്നായിരിക്കും. അപ്പോൾ അത് വമ്പൻ തെറ്റായി മാറുന്നു. അതുകൊണ്ട് തന്നെ രണ്ട് മാത്രയിൽ കുറയാനും കൂടാനും പാടില്ലാത്ത മദ്ദുകളാണ് അൽ മദ്ദുൽ അസ്ലി. പൊതുവെ മദ്ദുകൾ രണ്ടായി നമുക്ക് തരംതിരിക്കാം. ഒന്ന് അൽ മദ്ദുൽ അസ്ലി എന്ന് പറയും, രണ്ടാമത്തെ അൽ മദ്ദുൽ ഫറഈ. ഇൻഷാ അല്ലാഹ് അത് ഇതിന് ശേഷം നമുക്ക് പറയാം. ഇപ്പോൾ മദ്ദുൽ അസ്ലി എന്നതാകുന്നു ഒന്നാമത്തെ മദ്. ഇതേപോലെ രണ്ട് മാത്രം നീട്ടേണ്ടുന്ന ഒരുപാട് മദ്ദുകൾ വേറെയുമുണ്ട്. അതൊക്കെ മദ്ദുൽ ഫറഈയിൽ പെട്ടതാകുന്നു. മദ്ദുൽ അസ്ലിയിൽ ഒരൊറ്റ മദ് മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ മദ്ദുൽ അസ്ലി പോലെ തന്നെ രണ്ട് മാത്രം നീട്ടേണ്ടുന്ന മറ്റ് ഒരുപാട് മദ്ദുകളുണ്ട്. അതിനെപ്പറ്റിയാണ് നാം താഴെ ചർച്ച ചെയ്യുന്നത്. നോക്കൂ, അതിൽപ്പെട്ടതാണ് അൽ മദ്ദുൽ ഇവദ്. അൽ മദ്ദുൽ ഇവദ്
എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കൂ, ഫതഹ് തൻവീനിൽ വഖഫ് ചെയ്യുമ്പോൾ തെൻവീനിനെ അലിഫാക്കി മാറ്റി 2 മാത്രം നീട്ടി ഉച്ചരിക്കേണ്ടതാണ്. തെൻവീൻ നമുക്കറിയാം, ഫതഹ് തൻവീൻ, കസ്ർ തൻവീൻ, ലമ്മു തൻവീൻ, പല തൻവീനുകളും ഉണ്ടല്ലോ. ഇവിടെ ഫതഹ് തൻവീനിൽ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ, വഖഫ് ചെയ്യുമ്പോൾ ഈ തൻവീനിനെ അലിഫാക്കി മാറ്റി 2 മാത്രം നീട്ടി ഉച്ചരിക്കേണ്ടതാണ്. വന്നിടും തൻവീന് മൻസൂബാഖിറുൽ കലിമത്തി, മാറ്റിടും അലിഫാക്കി മാത്ര നീട്ടിടൈ 2ആക്കി. വന്നിടും തൻവീന് മൻസൂബാഖിറുൽ കലിമത്തി, മാറ്റിടും അലിഫാക്കി മാത്ര നീട്ടിടൈ 2ആക്കി. ഇപ്പൊ നമുക്കറിയാം ഇതെങ്ങനെ വായിക്കാം. അഫ്വാജ, തവ്വാബ, ഇവജ. ഇവിടെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ തെൻവീനെ അലിഫാക്കി മാറ്റി 2 മാത്രം ഉച്ചരിക്കുമ്പോൾ ഒരു ഉൾവലിവോട് കൂടിയായിരിക്കണം വഖഫ് ചെയ്യേണ്ടത്. അഫ്വാജ, തവ്വാബ, ഇവജ എന്നിങ്ങനെ ഒരു ഉൾവലിവോട് കൂടിയായിരിക്കണം വഖഫ് ചെയ്യേണ്ടത്. അഫ്വാജ, തവ്വാബ, ഇവജ എന്ന് സഡൻ ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ, പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ അവസാനം ഒരു ഹാത്ത ഉണ്ടോ എന്ന് സംശയിക്കേണ്ടി വരും. ഇപ്പൊ നമുക്കറിയാം ഇവിടെ ഒരു താ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉച്ചരിക്കാം? അഫ്വാജ അല്ലേ? ഇവിടെ താ വന്നു കഴിഞ്ഞാൽ തവ്വാബ, ഇവജ, ഒരു ഹാത്ത ഉണ്ട് എന്ന് തോന്നിപ്പോകും. അതുകൊണ്ട് തന്നെയാണ് അവിടെ പെട്ടെന്ന് നിർത്താൻ പാടില്ല, ഒരു 2 മാത്രം നീട്ടി ഉച്ചരിക്കണം എന്ന് പറയാൻ കാരണം. അപ്പോൾ അഫ്വാജ, തവ്വാബ, ഇവജ എന്ന് 2 മാത്രം നിർബന്ധമായും നീട്ടി ഉച്ചരിക്കേണ്ടതാകുന്നു.